ഭൂമിയിലെ ജന്തുലോകം വളരെയേറെ അത്ഭുതങ്ങൾ നിറഞ്ഞതാണ്. അതിലൊന്നാണ് അവയ്ക്ക് മനുഷ്യരെ പോലെ ജീവിതകാലം മുഴുവൻ ഒരൊറ്റ ഇണയോടൊപ്പം മാത്രം ജീവിക്കാനുള്ള കഴിവ്. ഇതിനെ മോണോഗോമസ് എന്ന് പറയുന്നു. ഇങ്ങനെ മോണോഗോമസ് ആയി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ചില മൃഗങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമ്പർ 1, പെൻഗ്വിൻ. രസകരമായ നടത്തവും വ്യത്യസ്തമായ രൂപഭാവവും കൊണ്ട് പ്രശസ്തമായ ഒരു പക്ഷിവർഗമാണ് പെൻഗ്വിനുകൾ. വളരെ തണുപ്പുള്ള കാലാവസ്ഥയിൽ ജീവിക്കുന്ന പെൻഗ്വിനുകൾ തന്റെ ഇണയെ കണ്ടെത്തിക്കഴിഞ്ഞാൽ വേനൽക്കാലം മുഴുവൻ ഇണയോടൊപ്പം ചിലവിടുകയും ശൈത്യകാലത്ത് ഇരുവരും ഭക്ഷണം തേടി പിരിയുകയും ചെയ്യും. ഇണയും മക്കളും ഉൾപ്പെടെ കുടുംബമായി ജീവിക്കാനാണ് ഇവർ ഇഷ്ടപ്പെടുന്നത്. പൊതുവെ പെൺപെൻഗ്വിൻ കുറവായതുകൊണ്ട് തന്നെ ഇണയെ സ്വന്തമാക്കാൻ വേണ്ടി ആൺ പെൻഗ്വിനുകൾ തമ്മിൽ ഏറ്റുമുട്ടാറുണ്ട്. ഒടുവിൽ വിജയിക്കുന്നയാൾ ഇണയോടൊപ്പം ജീവിക്കാൻ തുടങ്ങും. പെൻഗ്വിനുകളെ പോലെ സ്നേഹവും വിശ്വാസവും കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന പക്ഷികൾ വളരെ കുറവാണ്. നമ്പർ 2, ഹംസം. സ്വാൻ അഥവാ ഹംസങ്ങൾ പക്ഷികളിൽ ഏറ്റവും സുന്ദരമായി പ്രണയിക്കുന്നവയാണ്. ഒരു ഹംസം അതിന്റെ ഇണയെ കണ്ടെത്തിക്കഴിഞ്ഞാൽ മരണം വരെയും അവർ വേർപിരിയാറില്ല. അവ കൊക്കുകൾ കൊണ്ട് ചുംബിക്കുകയും പരസ്പരം സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന പക്ഷികളാണ്. ഇണകളിൽ ഒരാൾ കാണാതെയായാൽ മറ്റേയാൾ കുഞ്ഞുങ്ങളെ പരിപാലിക്കുകയും തീറ്റ നൽകുകയും ചെയ്യുന്നു. ദേശാടനത്തിനിടയിൽ ഇരുവരും വഴിതെറ്റിപ്പോയാൽ പോലും പിരിഞ്ഞിട്ടില്ലാത്ത വിധം പരസ്പരം തിരിച്ചറിയുകയും സ്നേഹിക്കുകയും ചെയ്യും. നമ്പർ 3, കടൽ കുതിരകൾ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ജീവിവർഗമാണ് കടൽ കുതിരകൾ. 1 മുതൽ 4 വർഷം വരെ മാത്രം ആയുസ്സുള്ള കടൽ കുതിരകൾ ഈ ചുരുങ്ങിയ ആയുസ്സിനുള്ളിൽ പോലും തന്റെ പങ്കാളികളോട് സ്നേഹവും വിശ്വസ്തതയും പുലർത്തുന്നവരാണ്. ഇവയെക്കുറിച്ചുള്ള ഒരു വിചിത്ര കാര്യം എന്താണെന്നാൽ ഒരു ഹിപ്നോട്ടിക് നൃത്തത്തിലൂടെയാണ് കടൽ കുതിരകൾ ഇണയെ ആകർഷിക്കുന്നത്. മാത്രമല്ല പെൺ കടൽ കുതിരകൾ ഇടുന്ന മുട്ടകൾ ആൺ കടൽ കുതിരയുടെ സഞ്ചിക്കുള്ളിൽ സൂക്ഷിക്കുകയും അവ വിരിയുന്നത് വരെ ആൺ കടൽ കുതിര അതിനെ വഹിച്ചു കൊണ്ടുപോവുകയും ചെയ്യും. ഇണയോടൊപ്പം ദിവസങ്ങൾ ചിലവഴിക്കുകയും മറ്റ് കടൽ കുതിരകളുമായുള്ള ബന്ധം ഒഴിവാക്കുകയും ചെയ്യുന്നു. ഇണ മരിച്ചതിനു ശേഷം ഇവ ദുഃഖിക്കുകയും സങ്കടത്താൽ മരിക്കുകയും ചെയ്യും. ഈ ചെറിയ ജീവികൾക്കിടയിലെ സ്നേഹം എത്രമാത്രം ദൃഢമാണെന്നതിന് ഇതിൽ പരം തെളിവ് വേറെന്ത് വേണം. നമ്പർ 4, പ്രൈറി വോൾ. ഒറ്റ നോട്ടത്തിൽ ഈ ചെറിയ എലിക്കുഞ്ഞന്മാർ നിരുപദ്രവകാരികളായാണ് തോന്നാറുള്ളത്. ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. എന്നാൽ ഇവയെക്കുറിച്ചുള്ള അത്ഭുതകരമായ കാര്യം സ്വന്തം ഇണയോട് കാണിക്കുന്ന സ്നേഹമാണ്. ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ബന്ധമാണ് ഈ എലിവർഗത്തിനുള്ളത്. ആദ്യം കണ്ടുമുട്ടിയ ഉടനെ തന്നെ ഇവർ അഗാധമായ പ്രണയത്തിലാവുകയും ഫെർമോൺ റിലീസ് ചെയ്യുന്നതിലൂടെ പിരിയാനാകാത്ത വിധം അടുക്കുകയും ചെയ്യുന്നു. പ്രൈറി വോൾ എല്ലായ്പ്പോഴും ആൺ പെൺ വ്യത്യാസമില്ലാതെ വളരെ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നവരാണ്. തന്റെ ഇണയെയും മക്കളെയും സ്വന്തം ജീവൻ നൽകി സംരക്ഷിക്കുന്നു. പ്രൈറി വോളുകളുടെ ഈ സ്നേഹം ജന്തുവർഗങ്ങളിൽ ഒരു അതിശയം തന്നെയാണ്. നമ്പർ 5, ബീവർ. കാട്ടിലെ എഞ്ചിനീയർ എന്നറിയപ്പെടുന്ന ജീവികളാണ് ബീവറുകൾ. അണക്കെട്ട് നിർമ്മിക്കാൻ അതിവിദഗ്ധരാണിവർ. സ്വന്തം പല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് മരങ്ങൾ മുറിച്ച് കാട്ടിൽ എവിടെയാണോ അണ കെട്ടേണ്ടത് അവിടെ എത്തിക്കുന്നു. ഇങ്ങനെ വെള്ളം കെട്ടി നിർത്തി അതിനു നടുവിലായാണ് ബീവറുകൾ അവയുടെ വീടൊരുക്കുന്നത്. മരച്ചില്ലകളും ചെളിയും ഉപയോഗിച്ചാണ് വീട് നിർമ്മാണം. ഇതിനേക്കാൾ എല്ലാം ഉപരി ജീവിതകാലം മുഴുവൻ ഒരൊറ്റ പങ്കാളിയോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നവയാണിവ. നമ്പർ 6, ഗിബ്ബൺ. ചെറിയ ശരീരത്തിൽ വലിയ കൈകളുള്ള ഗിബ്ബണുകൾ രൂപത്തിൽ മറ്റു കുരങ്ങുകളിൽ നിന്നും വ്യത്യസ്തരാണ്. എന്നാൽ ഇവർക്ക് അവിശ്വസനീയമായ രീതിയിൽ തന്റെ ഇണയെ സ്നേഹിക്കുവാനും അവരോടൊപ്പം സമയം ചെലവഴിക്കുവാനും കഴിയും. അക്രമ സ്വഭാവം കാണിക്കാത്ത ഗിബ്ബണുകൾക്ക് ശത്രുക്കൾ ഒട്ടും തന്നെ ഇല്ല എന്ന് പറയാം. പഴങ്ങളാണ് ഈ കുരങ്ങുകളുടെ പ്രധാന ഭക്ഷണം. ജീവിതകാലം മുഴുവൻ തന്റെ ഇണയോടും കുഞ്ഞുങ്ങളോടുമൊപ്പം കഴിയാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവർ. ഈ ഭൂമിയിൽ കഴിയാൻ ഏറ്റവും അർഹരായിരുന്നിട്ടു കൂടി ഇന്ന് വനനശീകരണം മൂലം ഗിബ്ബണുകൾ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്പർ 7, യൂറോപ്യൻ ടർട്ടിൽ ഡവ്. പ്രാവുകളോട് രൂപസാദൃശ്യം ഉള്ളതുകൊണ്ട് തന്നെ ഇവയെ പലപ്പോഴും പ്രാവുകളായി തെറ്റിദ്ധരിക്കാറുണ്ട്. ഇവയെ മധ്യ കാലഘട്ടം മുതൽ തന്നെ സ്നേഹത്തിന്റെയും പ്രണയത്തിന്റെയും പ്രതീകമായാണ് കരുതുന്നത്. ഒരിക്കൽ ഇണയെ തിരഞ്ഞെടുത്താൽ ജീവിതാവസാനം വരെയും അവർക്കൊപ്പം വിശ്വസ്തരായി തന്നെ തുടരും. ഇനി ഇവരിൽ ഒരാൾ മരണപ്പെടുകയോ കാണാതാവുകയോ ചെയ്താൽ പോലും ഈ പക്ഷികൾ മറ്റൊരിണയെ തേടി പോവാറില്ല. 10 മുതൽ 12 വർഷം വരെ ആയുസ്സുള്ള ഇവ അത്രയും കാലം ഒറ്റയ്ക്ക് തന്നെ ജീവിക്കുന്നു.